ഹായ് സ്റ്റുഡൻസ്, ഞാൻ രാജേഷ് ഹിന്ദി ചാനൽ എന്ന് പറയുന്ന ചാനൽ ഇന്നലെ ഹിന്ദിയുടെ ബേസിക് കാര്യങ്ങളെ കുറിച്ചിട്ട് അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു പോയിരുന്നു. അപ്പോൾ എൻ്റെ ചാനലിൽ രാജേഷ് ഹിന്ദി ചാനൽ എന്നാണ്. കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ ഇതിലേക്ക് അയച്ചു തരിക. അപ്പോൾ ഞാൻ ഇന്നലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതൊരു ക്ലാസ് ബേസ് ആയിട്ടല്ല, അല്ലാതെ ഞാൻ പൊതുവായിട്ടൊന്ന് പറഞ്ഞു പോയതാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് +1 ഹിന്ദി ഫസ്റ്റ് ലെസണാണ്. അപ്പോൾ +1 അത് കഴിഞ്ഞപ്പോൾ +2 10, 9, 8 അങ്ങനെ ഒരു രീതിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇടയ്ക്ക് ഹിന്ദിയുടെ അല്ലാതെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും വരുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ +1 എനിക്ക് തോന്നുന്നു മിക്കവാറും പല കുട്ടികളും ഓൺലൈൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകാം. എങ്കിലും ഞാൻ ഇതിൻ്റെ ആദ്യം മുതലുള്ള പാഠങ്ങൾ തന്നെ തുടങ്ങി പോകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ +1 ആദ്യത്തെ ഹിന്ദി പാഠത്തിൻ്റെ പേര് എന്ന് പറയുന്ന പാഠത്തിൻ്റെ പേര് അനുതാപ് എന്നാണ്. അത് എഴുതിയിട്ടുള്ളത് ഓദർ എന്ന് പറയുന്നത് സുഖേഷ് സാഹിനിയാണ്. അപ്പോൾ ഈ അനുതാപ് ഒരു ചെറിയ പാഠമാണ്. ഇതിനകത്ത് പറയുന്നത് പരോപകാർക്ക മഹത്വക്കെ ബാരേമേ സുഖേഷ് സാഹിനി ബതാത്തെ ഹേ. അതായത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു സന്തോഷം, നന്മ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഓദറിനെ കുറിച്ച് പറയുന്നത്. കാരണം ഇദ്ദേഹം കൂടുതലും പാവപ്പെട്ട ആൾക്കാരുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഈ നഗര ജീവിതത്തിൻ്റെ പൊള്ളത്തിനും ഇങ്ങനെ തുടങ്ങിയ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഒരുപാട് ചെറുകഥകൾ, ഇതൊരു ലഘുകഥയാണ്, ഷോർട്ട് സ്റ്റോറിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അനുതാപ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ടൈറ്റിലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശീർഷക അർത്ഥ ഹെ സിംപതി ഇൻ ഇംഗ്ലീഷ്, സഹതാപം. അപ്പം നമ്മളെല്ലാവർക്കും മറ്റുള്ളവരോട് നമ്മളിങ്ങനെ സഹതാപം പ്രകടിപ്പിക്കുന്നതിനായിട്ട് നമുക്ക്, അതായത് അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇപ്പോൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പോൾ അയാളുടെ ബുദ്ധിമുട്ട് എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ പറ്റുന്നുവെങ്കിൽ അതാണ് നമ്മൾ ചെയ്യുന്ന മനുഷ്യ സേവനം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അതിന് തയ്യാറാകുന്നില്ല, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ അതിന് തയ്യാറാകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം ഒരു ചെറിയ പാഠത്തിലൂടെ 2 3 കഥാപാത്രങ്ങളെ മെൻഷൻ ചെയ്തുകൊണ്ടിട്ടാണ് ഇതിനകത്ത് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരുടെ കഷ്ടപ്പാട് സഹതപിച്ചിട്ട് കാര്യം, ഒരു ഉദാഹരണത്തിന് പറയാം. നിങ്ങളിപ്പോൾ വഴിയെ പോകുമ്പോൾ യു ഹാപ്പൻസ് ടു മീറ്റ് എ പേഴ്സൺ ഹു ഈസ് അബ്സല്യൂട്ട്ലി ഹംഗ്രി ആൻഡ് തേഴ്സ്റ്റി. एक आदमी से आप मिलता है, वो शायद पिछले 3-4 दिनों से कुछ खाया नहीं, कुछ पिया नहीं. അതായത് 3-4 ദിവസം കൊണ്ട് ഒരു ആഹാരം കഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാനോ പറ്റാത്തൊരു മനുഷ്യനെ നിങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, തും ഥക്കേ ഹുയോ ലഗ്തേ ഹോ, യു സീംസ് ടു ബി സോ ടയേർഡ്, വാട്ട് ഹാപ്പൻ, ക്യാ ഹുവാ ആപ്കോ, എന്താണ് സംഭവിച്ചത്? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് 2-3 ദിവസമായിട്ട് ആഹാരമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല, പൈസയൊന്നുമില്ല, അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവിടെ 2 കാര്യം നിങ്ങൾക്ക് ചെയ്യാം. സപ്പോസ് യു ഹാവ് 50 or 100 bucks in your pocket. आपके जेब में 100 रुपये और 50 रुपया है, പോക്കറ്റിൽ 50-100 രൂപയുണ്ട്. ആൻഡ് യു ആർ ഏബിൾ ടു പ്രൊവൈഡ് സം ഫുഡ് ഓർ ടീ, സംതിങ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉസ്സെ ഖാന ഖിലാ സക്തേ ഹേ, ചായ് പിലാ സക്തേ ഹേ. പക്ഷെ അതിന് പകരം ഇസ്കേ ബദൽ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, നമ്മൾ പറയുകയാണ് അദ്ദേഹത്തോട്, ശരിയാണ്, വിശപ്പും ദാഹവും ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. എന്തായാലും നിങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ യു ട്രൈ ടു കൺസ്യൂം സം ഫുഡ് ഓർ ടീ, ദാറ്റ് വിൽ പ്രൊട്ടക്ട് യുവർ ഹെൽത്ത്, ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്നെ ആപ്കോ സംഭാലന, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞിട്ട് സിംപ്ലി യു ആർ ഗോയിങ് ഫ്രം ദെയർ, ആപ് വഹാം സെ ചലേ ജാത്തെ ഹെ. ആ ഒരു അനുകമ്പയ്ക്ക് യാതൊരു ഉപയോഗവുമില്ല. അതുകൊണ്ട് അതായത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഇഫ് യു ക്യാൻ റെഡ്യൂസ് അതേഴ്സ് പെയിൻ എ ലിറ്റിൽ ബിറ്റ്, आप दूसरे लोगों का गम, पेन, वेदना कम कर सकते हैं, तो आप एक अच्छा मानव बन सकता है. You can become a good human being. അവിടെ ഹ്യൂമാനിറ്റി ഈസ് ദെയർ, മനുഷ്യത आपके
വശമേം ഹോത്താ ഹെ. അപ്പോൾ അതിന് പകരം അവരോട് ഒരു അൺനെസസറി സിമ്പതി യു ആർ ഷോയിങ്. ഇറ്റ് ഈസ് മീനിങ്ലെസ്, യൂസ്ലെസ്. സോ അങ്ങനെ ആകാൻ പാടില്ല. മനുഷ്യൻ, എ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് എങ്ങനെ ആകണം, മനുഷ്യത്വം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഈ പാഠത്തിലേക്ക് പറയുന്നത്. അപ്പോൾ പാഠം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അനുതാപ്, അതാണ് ടൈറ്റിൽ. ബാബുജി ആയിയെ मैं पकवन चाय देता हूँ. So the lesson begin with a small sentence. एक छोटा सा वाक्य से इस पाठ शुरू होता है. ഒരാൾ പറയാണ് ബാബുജി, मीन्स इट्स ए वर्ड ऑफ रेस्पेक्ट. इज्जत करने के लिए इस्तेमाल करने वाला एक हिंदी लफ्ज या शब्द है बाबूजी. നമ്മൾ സാർ എന്നൊക്കെ വിളിക്കില്ല, അതുപോലെ ബാബുജി ആയിയെ വന്നാലും मैं पकवन चाय देता हूँ, ഞാൻ നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് ഐ വിൽ ടേക്ക് യു ദേർ, मैं आपको वहाँ पकवन चाय देता हूँ. ഇത് പറഞ്ഞത് ഏക്ക് റിക്ഷവാലേനെ ഉസ്കെ നസ്ദീക് ആക്കർ. അപ്പോൾ ഇതിനകത്തൊരു അല്പം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്പം സ്വല്പം സാമ്പത്തിക ശേഷിയുള്ള ഒരു മനുഷ്യനാണ്, അയാളോടാണ് ഇതൊന്ന് പറയുന്നത്. അപ്പോൾ അയാൾ എന്നും റിക്ഷയിൽ അയാളുടെ ഓഫീസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു റിക്ഷവാല വന്നിട്ട് പറഞ്ഞു, നസ്ദീക് മീൻസ് നിയർ, പാസ് മറ്റൊരു വാക്ക് ഹിന്ദി, അടുത്ത്, ഞാൻ കൊണ്ടുവന്ന് നോക്കാം. അപ്പോൾ അയാൾ മറുപടി ചോദിച്ചു, അസ്ലം അബ് നഹി ആയിക ക്യാ ഹുവ ഉസ്കോ. ചോദിച്ചു, വേർ ഈസ് അസ്ലം, അസ്ലം കഹാം ഹെ, അസ്ലം എവിടെയാണ്, ക്യാ ഹുവ ഉൻകോ, വാട്ട് ഹാപ്പൻ ടു ഹിം, എന്തു പറ്റി അങ്ങനെ. അപ്പോൾ അല്ലെന്ന് വ്യക്തമാകുന്നത്, റോസ് അസ്ലം നാമക് വ്യക്തി ഇസ് ബാബുജി കോ ദഫ്തർ ലേ ജാത്തെ ഹെ അപ്നെ റിക്ഷേ പർ. തൻ്റെ റിക്ഷയിൽ എന്നും അസ്ലമാണ് ആരെ കൊണ്ടുപോകുന്നത്, ഈ പറയുന്ന ബാബുജി എന്ന് പറഞ്ഞാൽ അയാളുടെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, കൊണ്ടുപോകുന്നത്. അപ്പോൾ ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു ഹിം. ഇപ്പോൾ റിക്ഷ മേ ബൈഠത്തെ ഹുए उसने लापरवाही से पूछा. അപ്പോൾ അയാൾ റിക്ഷയിൽ കയറി, he got inside the rickshaw. then लापरवाही से, लापरवाही means irresponsible എന്ന് പറഞ്ഞാൽ വലിയ, അയാളെ എന്നും കൊണ്ടുവിടുന്ന ആളാണ്, എന്നിട്ടും വലിയ ഇതൊന്നും താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ അയാൾ ചോദിച്ചു, പിന്നെ लापरवाही से पूछा पिछले 4-5 दिनों से for the past 4-5 days, കഴിഞ്ഞ 4-5 ദിവസങ്ങൾ കൊണ്ട് അസ്ലം ഹി ഉസെ ദഫ്തർ പഹുഞ്ചാത്ത രഹാഥ. അപ്പൊ അസ്ലമിന്റെ റെഗുലർ കസ്റ്റമർ ആയിരുന്നു ഈ ബാബുജി എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അതുകൊണ്ടാണ് അയാള് ഇന്ന് കയറാൻ മടിച്ചിട്ട് ചോദിച്ചത്. അപ്പൊ ഈ വന്ന റിക്ഷവാലയ്ക്കും അറിയാം. ചോദിച്ചു, എന്തു പറ്റി, അയാളെ കാണുന്നില്ലല്ലോ, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അതിന് ആ റിക്ഷവാലെ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, ദാറ്റ് വാസ് എ ഷോക്കിംഗ് ആൻസർ. വളരെ ഷോക്കായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ബാബുജി അസ്ലം നഹീം രഹ, ഹി ഈസ് നോ മോർ, മീൻസ് ഹി ഡൈ, അയാളില്ല, മരിച്ചുപോയി. അപ്പോൾ ഒരിക്കലും ഇയാൾ ആരാ, ഈ വന്ന ബാബുജി എന്ന് പറഞ്ഞത്, ഹി നെവർ എക്സ്പെക്ടഡ് സച്ച് ആൻ ആൻസർ. ഉസി തരഹ ജവാബ് കഫി ഫി നഹീം സോച്ചാ ഥ. അയാൾ ആലോചിച്ചിരുന്നില്ല, പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുള്ള. അപ്പോൾ ചോദിച്ചു, ക്യാ, അതിശയത്തോടെ, എന്തു പറ്റി. ഉസെ ഷോക്ക് സലക, ഷാക്ക് ഇംഗ്ലീഷിന്റെ ആ വാക്കിനെ ഷാക്ക് എന്ന് തന്നെയാണ് ഉപയോഗിച്ചത്, ഷോക്ക് സലക. അപ്പൊ കൽത്തോ ഫല ചങ്കാഥ, അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് അയാൾ വിശ്വസിക്കാൻ പറ്റില്ല, ഹി കുഡിന്റ് ബിലീവ്. അയാൾ പറഞ്ഞു, കൽത്തോ ഫല ചങ്കാഥ, യെസ്റ്റർഡേ ഹി വാസ് ഹെൽത്തി വെൻ ഐ സാ ഹിം. ഞാൻ അയാളെ കണ്ടപ്പോൾ അയാൾ ഹെൽത്തി, ഫല ചങ്ക മീൻസ് ഹെൽത്തി, ആരോഗ്യവാനായിരുന്നല്ലോ. സോസ്തേ കാ ആത്മീ, സോസ്തേ രഖ്നെ വാല ആത്മീ था. फिर अचानक क्या हुआ, all on a sudden what happened to him, എന്താ സംഭവിച്ചത്. അപ്പോൾ അതിൽ കൽ എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടർത്ഥമുണ്ട്. ഒന്ന് എസ്റ്റർഡേ ആൻഡ് ടുമാറോ, ഇന്നലെ അല്ലെങ്കിൽ നാളെ. ആജിന്റെ അർത്ഥം ഇന്ന്. ബട്ട് വെൻ വി ആർ യൂസിങ് ദീസ് ടു വേർഡ്സ് ടുഗദർ, ആജ്കൽ എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയൊന്നും അല്ല, നൗവേ ഡേയ്സ്, ഈ ഡേ, ആജ്കൽ എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാക്ക്, ഡേ ബിഫോർ എസ്റ്റർഡേ, മെനഞ്ഞാൻ എന്നുള്ളതിന് വാക്ക് പർസോം ഹിന്ദിയിൽ. ഓക്കെ, പർസോം. ആ വാക്കിന് തന്നെ ഡേ ആഫ്റ്റർ ടുമാറോ എന്നുള്ള അർത്ഥമുണ്ട്, മറ്റന്നാൾ. മനസ്സിലായോ? അപ്പൊ ആജ് ഇന്ന്, കൽ ഇന്നലെ അല്ലെങ്കിൽ നാളെ, ആജ് കൽ ഒന്നിച്ച് ഉപയോഗിക്കുമ്പോൾ ഈയിടെ, ആൻഡ് നദർ വൺ പർസോം എന്ന് പറഞ്ഞാൽ മെനഞ്ഞാന്ന് അല്ലെങ്കിൽ മറ്റന്നാൾ. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. പറഞ്ഞ അപ്പോൾ യെസ്റ്റർഡേ ഹി വാസ് ഹെൽത്തി. അപ്പോൾ അതിന് റിക്ഷാവാല ജോ ശുരു മേ ഹംനെ ദേഖാ ഥാ ഉസ്നെ ബതായ, നമ്മൾ ആദ്യം കണ്ട റിക്ഷാവാല അയാളോട് പറയുകയാണ്, ഉസ്കെ ദോനോ ഗുർദോ മേ ഖറാബി, അയാളുടെ 2 കിഡ്നിയും, ഗുർദോ മീൻസ് കിഡ്നി, 2 കിഡ്നിയും ഫെയിലുവർ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവർത്തനരഹിതമായിരുന്നു.
ഡോക്ടർ ने रिक्शा चलाने से मना कर रखा था. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും റിക്ഷ ഓടിക്കരുത്, ഇറ്റ് വിൽ അഫക്റ്റ് യുവർ ഹെൽത്ത്, സോ ടേക്ക് റെസ്റ്റ്, आप आराम करो, अभी भविष्य में रिक्शा नहीं चलाना, സ്വാസ്ഥ്യ ബിഗഡ് ജാഗി, ഇറ്റ് വിൽ സ്പോയിൽ യുവർ ഹെൽത്ത് എന്ന് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വകവയ്ക്കാതെയാണ് അദ്ദേഹം ഈ റിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നത്. ഉസ്കി ആവാസ് മേം ഗഹരി ഉദാസ്. അപ്പൊ മന കർണ മീൻസ് ടു പ്രിവെന്റ്, തടയുക എന്നുള്ള അർത്ഥമാണ്. അതേസമയം ഈ മന എന്നുള്ള വാക്കിന്റെ കൂടെ ഒരു നായുടെ ചേർക്കുമ്പോൾ മനാന എന്ന് പറഞ്ഞാൽ അർത്ഥം മാറുന്നു, ടു സെലിബ്രേറ്റ് എന്നുള്ള അർത്ഥം. അപ്പൊ നമ്മൾ ഈ സ്പീഡിനൊക്കെ എഴുതി പോകുമ്പോൾ മന എന്നുള്ളത് നായും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ മീനിങ് വിൽ ബി എൻ്റർലി ഡിഫറെന്റ്. മനസ്സിലായല്ലോ? അപ്പൊ മനാന മീൻസ് ആഘോഷിക്കുക, സന്തോഷിക്കുക എന്നുള്ള അർത്ഥമാണ്. പക്ഷെ മന കർണ മീൻസ് ടു പ്രിവെന്റ്, മീൻസ് പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ള അർത്ഥത്തിൽ എടുക്കേണ്ടതാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ ഉസ്കി ആവാസ് മേം ഗഹരി ഉദാസി ഥി, അല്ലാതെ പറയുമ്പോൾ ഈ റിക്ഷാവാലയുടെ മനസ്സിൽ വളരെയധികം ദുഃഖം ഉണ്ടായിരുന്നു. കാര്യം തൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു ദുഃഖം അയാളുടെ മനസ്സിലേക്ക് വന്നു. എന്നിട്ട് പറയാണ് ഇസ് കണ്ടിന്യൂയിങ് കൽ ആപ്ക ദഫ്തർ പഹുഞ്ച് കർ ലൗട്ടാത്തോ, ഇന്നലെ താങ്കളെ പിന്നെ ഇവിടെ ഓഫീസിൽ കൊണ്ട് വിട്ടതിന് ശേഷം വരുന്ന സമയത്ത് പേശാബ് ബന്ദ് ഹോകയാത്ത. പേശാബ് കർണ മീൻസ് ടു യൂറിനേറ്റ് എന്നുള്ള അർത്ഥം, മൂത്രമൊഴിക്കുക. അപ്പോൾ മൂത്ര തടസ്സം അനുഭവപ്പെട്ടു. അത് കിഡ്നി ഫെയിലിയറിന്റെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. अस्पताल ले जाते समय उसने रास्ते में ही, so we taken him to the hospital but on the way he died. അതായത് ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് രാസ്ത മീൻസ് വഴി, മാർഗം, മാർഗമധ്യേ ദം തോട് ദിയാ था. ദം തോടിന മീൻസ് ശ്വാസം നിലച്ചു പോവുക, മരിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ മരിച്ചു, ഒരിക്കലും ഞങ്ങളത് പ്രതീക്ഷിച്ചില്ല എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഒരു കാര്യം, ഇത് ഇങ്ങോട്ട് പാഠത്തിൽ ഇങ്ങോട്ട് വരുമ്പോഴേക്കും മനസ്സിലാവും, ഈ റിക്ഷാവാലയുടെ കൂടെ എന്നും ഈ ബാബുജി എന്ന് പറയുന്ന വ്യക്തി പോകുന്ന സമയത്തും അയാൾ ഒരിക്കലും സ്ഥിരം പോകുന്ന ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ, വീടും അല്ലെങ്കിൽ റിലേറ്റഡ് ടു ഫാമിലി, പരിവാർ കെ ബാരെ മേ പൂച്ചെങ്കിൽ അല്ലെ ആവശ്യ ഫാമിലി अब the things are going on, सब बात कैसे चल रही है, പക്ഷേ एक बात थी नहीं अभी तक नहीं पूछा. അപ്പോൾ അങ്ങനത്തെ ഒരു മേ ബി ടിപ്പിക്കൽ റിസർവ് ക്യാരക്ടർ അങ്ങനെ ആയിരുന്നു. അപ്പം ആകെ വഹ് കുച്ച് ബി നഹി സുൻ സക. പക്ഷെ എങ്കിലും ഇയാള് പുറമെ ഒരു റഫ് ആൻഡ് ടഫ് ക്യാരക്ടർ ആണെങ്കിൽ ഇത് കേട്ടപ്പോഴേക്കും അദ്ദേഹത്തിന് പിന്നീടൊന്നും മുന്നോട്ടല്ലെങ്കിൽ ഹി കുഡിൻ കണ്ടിന്യൂ, പിന്നൊന്നും പറയാൻ പറ്റിയില്ല അയാൾക്ക്. കൽക്കി ഘടന ഉസ്കി ആംഖോം കി ആകെ സജീവ് ഹോട്ടി. അപ്പൊ പെട്ടെന്ന് അയാളുടെ കഴിഞ്ഞ ദിവസത്തെ കാര്യം, ഇവിടെ കൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നുള്ള അർത്ഥം, ഇന്നലത്തെ പിന്നെ സംഭവങ്ങൾ ആംഖോം കി ആകെ, അയാളുടെ കണ്ണുകളുടെ മുമ്പിലേക്ക് ഫ്ലാഷ് ബാക്ക്. മനസ്സിലായല്ലോ? പിछले ഘടി ഹുയി സാരി ഘടനായി, മുമ്പ് സംഭവിച്ച എല്ലാ സംഭവങ്ങളും അയാളുടെ കണ്ണുകളിലേക്ക് വരാൻ തുടങ്ങി. അല്ലെങ്കിൽ യാദോമേ ആനെ ലഗ മീൻസ് ഹി ട്രൈ ടു റിക്കലക്ട് ദ മെമ്മറീസ് വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ. അയാളത് പിന്നെ നോക്കാൻ തുടങ്ങി. റിക്ഷ നടരാജ് ടാക്കീസ് പെർ പാർക്കർ. അപ്പൊ അയാളിങ്ങനെ ആലോചിക്കുകയാണ്, റിക്ഷ നടരാജ് ടാക്കീസ് എന്ന് പറയുന്ന സിനിമാ തിയേറ്റർ, അതിങ്ങനെ പാർക്കർ മീൻസ് അതിനെ കടന്നു പോയിട്ട് ബഡേ ഡാക്ക് ഖാനേക്ക് ഓർ ജാ രഹാ ഥാ. ഇതൊരു വലിയ ഡാക്ക് ഖാന മീൻസ് പോസ്റ്റ് ഓഫീസ് എന്നുള്ള അർത്ഥമാണ്. ഡാക്ക് എന്ന് പറഞ്ഞാൽ ലെറ്റർ, പിന്നെ ഡാക്കിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മാൻ, ദെൻ ഡാക്കു, അവിടെ ഒരു ഊ ചിഹ്നം വരികയാണെന്നുണ്ടെങ്കിൽ അർത്ഥം മാറുകയാണ്. എന്താണ്? കൊള്ളക്കാരൻ, കള്ളൻ എന്നുള്ള, കൊള്ളക്കാരൻ എന്നുള്ള അർത്ഥം. ഡക്കൈത്തി മീൻസ് കൊള്ള. അപ്പൊ ഇവിടെയും സിമിലർ ആയിട്ടുള്ള വാക്കുകളിലേക്കാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ചെറിയ ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ ചെറിയ അക്ഷരങ്ങൾ വരുമ്പോഴേക്കും അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അർത്ഥം പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള വാക്കുകൾ കുറേ ഉണ്ട്. അതിങ്ങനെ പറഞ്ഞു പോകുമ്പോഴേക്കും നിങ്ങളത് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോ നടരാജ് ടാക്കീസ് പാർക്കർ ബഡേ ഡാക്ക് ഖാനേക്ക്, വലിയ ഒരു പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലൂടെ പോവുകയായിരുന്നു. റിക്ഷ ചലാത്തെ ഹുയെ അസ്ലം ധീരെ ധീരെ കരാഹ് രഹാ ഥാ. ഇപ്പൊ ഈ റിക്ഷ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇവനിങ്ങനെ ധീരെ ധീരെ മീൻസ് പതുക്കെ പതുക്കെ, വലിയ ശബ്ദം ഉണ്ടാക്കാതെ എന്ത് ചെയ്യുന്നതാണ്, പിന്നെ കരാഹന മീൻസ് ഞരങ്ങുക, വേദന കൊണ്ട് പിള്ളേർ, ഔട്ട് ഓഫ് പെയിൻ അയാൾ ഇങ്ങനെ ഞരങ്ങുന്നുണ്ടായിരുന്നു. കരാഹ് और बीच बीच में ഇടയ്ക്ക് ബീച്ച് ബീച്ച് മേ ഏക് ഹാത്ത് സേ,
ഒരു കൈ കൊണ്ട് എന്താണ് ഏക്ക് ഹാത്ത് സേ പേറ്റ് പക്കടാ ലേത്താ ഥാ. അയാൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു കൈ കൊണ്ട് റിക്ഷ വലിക്കുന്നുണ്ട്, അതേസമയം യൂസിങ് ഹിസ് അനദർ ഹാൻഡ് ദൂസരെ ഹാത്ത് കെ സഹായ, മറ്റു കൈയുടെ സഹായത്തോടു കൂടി അപ്ന പേറ്റ് തന്റെ വയറ് പക്കടിലേത്ത, വയറിങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. അതിൽ പേറ്റ് അതും ശ്രദ്ധിക്കണം. ഇതിൽ കൊടുത്തേക്കുന്ന ആദ്യത്തെ ടായാണ്, നമ്മളിപ്പോൾ എളുപ്പത്തിന് അരിവാൾ പോലത്തെ ടാ എന്നൊക്കെ പറയും. ആ പേട്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വയർ, സ്റ്റൊമക്ക് എന്നുള്ള അർത്ഥം. ദെൻ അതിന് പേട്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു മുമ്പ് പേഡ് എന്നിങ്ങനെ പറഞ്ഞിട്ട് വിൽ പ്രൊനൗൺസ്. ദെൻ അനദർ വേർഡ് പേഡ്, യെസ് പോലത്തെ ഡ, അത് പേഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം ട്രീ, മരം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എഴുതുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറയുമ്പോഴേക്കും പേഡ് ഫർ ഗയ, മൈ സ്റ്റൊമക്ക് ഈസ് ഫുൾ എന്ന് പറയുമല്ലോ. പക്ഷെ അവിടെ നിങ്ങൾ ആദ്യത്തെ ടാക്ക് പറയും, ഇൻസ്റ്റെഡ് ഓഫ് ദ ഫസ്റ്റ് ടാ യു ആർ റൈറ്റിംഗ് ദ തേർഡ് വേർഡ് മീൻസ് വയറ് നിറഞ്ഞുള്ളതിന് മരം നിറഞ്ഞു എന്നുള്ളതായിപ്പോകും. അപ്പൊ അതാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞത്, അതിനകത്ത് ഓരോ വ്യഞ്ജനാക്ഷരങ്ങളിൽ ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ചെറിയ ഒരു വ്യത്യാസങ്ങൾ വരുമ്പോൾ അക്ഷരങ്ങളുടെ ഉച്ചാരണവും അർത്ഥവും ഒക്കെ മാറും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ്, ദാറ്റ്സ് വാട്ട് ഐ എം ട്രൈങ് ടു മെൻഷൻ ഹിയർ. അപ്പൊ അയാളിങ്ങനെ വയർ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. സാമനെ ഡാക് ബംഗ്ലയ്ക്ക് ചടായി ഹി ചടായി. അപ്പൊ ഈ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡാക് ബംഗ്ല പിന്നെ അങ്ങോട്ട് എന്താണ് കയറ്റമായിരുന്നു. ചടായി സ്റ്റീപ്പായിട്ടുള്ള കയറ്റം കയറി പോകണം. ചടായി ഹി ചടായി തി. ഏക് ബാർഗി മീൻസ് അറ്റ് വൺസ്, പെട്ടെന്ന്, ഇമ്മീഡിയറ്റ്ലി. ഉസ്കി ഇച്ഛാ ഹുയി തി കി റിക്ഷ സെ ഉതർ. അപ്പൊ ഈ ബാബു ചിന്തിച്ചെന്താണ്, ഇയാളുടെ ആ ഒരു വേദനയും ഞരങ്ങലും ഒക്കെ കണ്ടപ്പോൾ തോന്നി ഈ കയറ്റം കയറുന്നവരെ എന്ത് ചെയ്യാം, ബെറ്റർ ടു ഗെറ്റ് ഡൗൺ ഫ്രം ദ റിക്ഷ, അല്ലെങ്കിൽ ഇറങ്ങാം, ഉത്തർനാക്കി ബേർത്തർ പോകുക, അതായിരിക്കാം അനുയോജ്യമെന്ന് ഇയാൾ ആദ്യം ചിന്തിച്ചു. ബട്ട് ദ നെക്സ്റ്റ് മൊമെന്റ്, അകലെ പൽ, അടുത്ത ക്ഷണം, അകലെ ക്ഷൺ पर उसने खुद को समझ आया था कि trying to convince himself. അയാളായില്ലേ ഖുദ് മീൻസ് സ്വയം, സ്വയം മറ്റൊന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എസ്കേപ്പിസം. മനസ്സിലായോ? ആ ഒരു ഇയാളെ സഹായിക്കുന്നതിനുള്ള ഒരു ഹെസിറ്റേഷൻ, സങ്കോചം, മടി. അയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്താണ് സമച്ചായ റോസ് കാ മാമല ഹെ. റോസ് മീൻസ് ഡെയിലി, ദിവസവും നിത്യേനയുള്ള കാര്യമാണല്ലോ ഇത്. മാമല പ്രശ്നമൊന്നും കാര്യം എന്നൊക്കെ ഉള്ള അർത്ഥമുണ്ട്. ഇത് ഇയാളുടെ ഡെയിലി റൂട്ടീൻ, ഇയാളുടെ ജോലിയുടെ പാർട്ട് ഓഫ് ഹിസ് ജോബ്, ഉസ്കാ കാം കാ ഹിസ്സാ ഹേ, അയാളുടെ ജോലിയുടെ ഭാഗമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, മാത്രമല്ല ഈ ലോക് നാടക് ഭി കൂബ് കർ ലേത്തെ ഹെ. ഇവരെ പോലെയുള്ള ജോലിക്കാർ, നാടക് മീൻസ് ആക്ടിങ്, അതർവൈസ് വി ക്യാൻ കോൾ ഇറ്റ് പ്രിറ്റൻഷൻ, നാട്യകൃത്യം. ഒരുപാട് നാട്യങ്ങൾ, എന്തെങ്കിലും പൈസ കൂടുതൽ ഉണ്ടാക്കാനുള്ള നാട്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ടാകും. അപ്പൊ അങ്ങനെ ആയിരിക്കാം, ക്യാൻ ബി ലൈക്ക് ദാറ്റ്. ഐസാ ഫി ഹോ സക്താ ഹേ, അങ്ങനെയും എന്ത് ചെയ്യാം, വരാം എന്ന് ഇയാൾ ചിന്തിച്ചു. മാത്രമല്ല ഇൻകെ സാത്ത് ഹംദർദി ജതാന ബേവഖൂഫി ഹോഗി. മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള വ്യക്തികളോട് ഹംദർദി മീൻസ് ഈ പറയുന്ന പിന്നെ അനുകമ്പ, ഹംദർദി. അതേസമയം ദർദ് എന്ന് പറഞ്ഞാൽ വേദനയാണ് കേട്ടോ, ദർദ്. പക്ഷെ ഹംദർദി മീൻസ് പിന്നെ ഈ അനുകമ്പ കാണിക്കുന്നത് എന്ന് പറയുന്നത്, ജതാന അത് ഉണർത്തുക എന്ന് പറയുന്നതാണ് ബേവഖൂഫി ഹോഗി. ബേവഖൂഫ് മീൻസ് ഫൂൾ, ബേവഖൂഫി ഫൂളിഷ്നെസ്. അപ്പൊ അതായിരിക്കും ബേവഖൂഫി ഹോഗി. മാത്രമല്ല അനാപ് ഷന പൈസ മാങ്ങത്തെ ഹെ, ആവശ്യമില്ലാതെ, വിതൗട്ട് എനി റീസൺ, ഒരു കാരണവുമില്ലാതെ അന്യായമായിട്ട് പൈസ വാങ്ങുന്ന വ്യക്തികളാണ് അവർ. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. ഷോയിങ് സിമ്പതി ഈസ് അബ്സല്യൂട്ട്ലി മീനിങ്ലെസ്. ബേവഖൂഫി ജതാന ബേവഖൂഫ് ബന്നേക്ക് ബരാബർ. അതായത് അല്ലെങ്കിൽ ഞാൻ മണ്ടത്തരം കാണിച്ച് മണ്ടന ഞാൻ എന്തല്ല, ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ്. मांगते कुछ कहे तो सरे आम इज्जत उधारने पर आमादा ही जाते हैं. ഇനി നമ്മൾ എന്തെങ്കിലും പറയുകയാണ്, പൈസ ചോദിക്കുമ്പോൾ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ, സരേ ആം. കുച്ച് കഹേ തോ സരേ ആം മീൻസ് പബ്ലിക് ആയിട്ട്, ഓപ്പൺ ആയിട്ട്.
അവിടെ സാഹചര്യങ്ങളും നോക്കാതെ, അല്ലെങ്കിൽ ഞാൻ ഏത് പിന്നെ ബിലോങ്സ് ടു വിച്ച് ഫാമിലി, അല്ലെങ്കിൽ മൈ എക്കണോമിക്കൽ സ്റ്റെബിലിറ്റി, ഇതിനെല്ലാം പിന്നെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട്, അവഗണിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യും, സരെ പബ്ലിക്കായിട്ട് ഇസ്സത്ത് ഉദാറിനെ പർ ആമാദ ഹോ ജാത. ഇസ്സത്ത് ഉദാന എന്ന് പറഞ്ഞാൽ, ഇസ്സത്ത് മീൻസ് റെസ്പെക്ട്, അഭിമാനം. എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അപമാനിക്കുന്ന, ഇൻസൾട്ട് ചെയ്യുന്നതിനോ ഇവർ ആമാദ ഹോ ജാത മീൻസ് അതിൽ ഇവർ ഇടപെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇത് ഇയാളെല്ലാം ചിന്തിക്കണം. അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കുന്നത്, actually he decided in his mind that he don't want to help him. उसके मन में एक सख्त इरादा लिया कि मैं उसके मदद करने के लिए तैयार नहीं हूँ, क्योंकि मैं उसे पैसा दे रहा, because I am paying money to him, then why should I, മെയിൻ ക്യൂ, ഞാൻ എന്തുകൊണ്ട് എന്ന് ഇയാൾ ചിന്തിച്ചു. അപ്പോൾ അതും എന്താണ്, ഒരു ജസ്റ്റിഫിക്കേഷൻ ആസ് വെൽ ആസ് ആൻ എസ്കേപ്പിസം. സച്ചായി സെ ദൂർ ഭാഗ് ജാനെ കി കോശിഷ് കർത്തേ ഹൈ, സത്യത്തിൽ നിന്ന്, ഓർ ഹക്കീക്കത്ത് മറ്റൊരു ഹിന്ദി വാക്കാണ് യാഥാർത്ഥ്യം, യാഥാർത്ഥ്യത്തിൽ നിന്നും ഓടിപ്പോകാനുള്ള ഒരു ശ്രമമാണ് അയാൾ നടത്തുന്നു എന്ന് മനസ്സിലായി. ഇത് ഇയാൾ തന്നെ ചിന്തിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ പഴയ ഓർമ്മയിലൂടെ ഇയാൾ ഹീസ് ട്രൈങ് ടു ഗോ ത്രൂ, അതിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. യാദോം സെ ഗുസർനെ കി കോശിഷ് കർ രഹാ ഹൂം. और അസ്ലം റിക്ഷ സെ ഉദർ പടാ ഥാ. അപ്പൊ അസ്ലം റിക്ഷയിൽ നിന്നും ഇറങ്ങി, കാര്യം അവനെ കൊണ്ട് വയ്യ, ഇനി അതിനപ്പുറത്ത് പറ്റില്ല. ഹത് ഹോ ഗയ മീൻസ് ഇറ്റ്സ് ക്രോസ്ഡ് ദ ലിമിറ്റ്. എന്നിട്ട് ദാഹിന ഹാത്ത്, ദാഹിന മീൻസ് റൈറ്റ് ഹാൻഡ് എന്നുള്ള അർത്ഥം, ബായ് ഹാത്ത് ലെഫ്റ്റ് ഹാൻഡ്, മനസ്സിലായല്ലോ. ദാഹിന റൈറ്റ് ഹാൻഡ് എന്നുള്ളതാണ്. ദാഹിന ഹാത്ത് ഗദ്ദി പർ ജമാക്കർ, ഗദ്ദി പില്ലോ എന്നുള്ള അർത്ഥമുണ്ട്, തലയണ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ കുഷ്യൻ പോലെയുള്ള ഒരു സാധനം എടുത്തിട്ട് ഗദ്ദി പർ ജമാക്കർ ചടായി പർ റിക്ഷ കീഞ്ച് രഹാത. ഈ കാര്യത്തിൽ ഈ റിക്ഷ എന്ത് ചെയ്യണം, ഇങ്ങനെ വലിക്കുകയാണ്. കാര്യം ഈ വെയിറ്റ്, കാര്യം അയാൾക്ക് പൈസ വേണമല്ലോ. എൻ്റെ ഈ റിക്ഷയൊക്കെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, एक गरीब परिवार का आदमी होगा, he must be belongs to a poor family, so he has to face his family's expense. परिवार का खर्चा उठाना पड़ता है इस मामूली आदमी को. അതായത് പരിവാർ കാ ഖർച്ച, കുടുംബത്തിന്റെ ചെലവ് ഇയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും എന്നുള്ളത് അയാൾക്ക് അറിയാമായിരുന്നു. റിക്ഷ കീഞ്ച് രഹാ ഥാ, വഹ് ബുരി തരഹ ഹാം രഹാ ഥാ, കിതയ്ക്കുന്നുണ്ടായിരുന്നു. കാര്യം തന്നെ ആരോഗ്യം, കിഡ്നിയുടെ പ്രശ്നം വന്നപ്പോഴേക്കും ശരിക്കും ശ്വാസം കിട്ടാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. और ഗഞ്ചെ സിർ പർ പസീനെ കി നൻഹി നൻഹി ബൂന്ദ. ഗഞ്ച മീൻസ് ബാൾഡ് ഹെഡ്, കഷണ്ടിയായ മുടിയൊക്കെ കൊഴിഞ്ഞ തലയിൽ നിന്നും എന്താണ്, നൻഹി നൻഹി പസീനെ കി നൻഹി നൻഹി ബൂന്ദെ, വിയർപ്പിന്റെ ചെറിയ ചെറിയ, ബൂന്ദെ മീൻസ് ഡ്രോപ്സ്, കണങ്ങൾ, തുള്ളികൾ. അത് ബൂന്ദെ ദിഖായി ദേനെ ലഗി ഥി, അത് കാണുന്നുണ്ടായിരുന്നു. ദേനെ ലഗി ഥി എന്ന് പറഞ്ഞാൽ അത് അയാളുടെ അപ്പോഴത്തെ ആ ഹാർഡ് വർക്കിന്റെ ഒരു ഇതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കിസി കാർക്കെ ഹോൺ സെ ചൗങ്ക് കർ വഹ് വർത്തമാൻ മേ ആകെ. അപ്പോഴേക്കും ഇതെല്ലാം ഇയാളുടെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാറിന്റെ ഹോൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടത്. ആകെയ റിക്ഷ തേസി സെ നടരാജ് സെ ഡാക് ബഗ്ലെ വാലി ചടായിക്ക് ഓർ ബെഡഹാത്ത. അപ്പോൾ റിക്ഷ തേസി സെ പെട്ടെന്ന് നടരാജ് സെ ഡാക് ബഗ്ലെ വാലി ചടായിക്ക് ഓർ ബെഡഹാത്ത, ഈ നടരാജ് ടാക്കീസിന്റെ ആ ഇറക്കത്തിലേക്ക് എന്ത് ചെയ്യായിരുന്നു, ഇറങ്ങുകയായി. അപ്പോഴാണ് പറഞ്ഞു രുക്കോ, സ്റ്റോപ്പ്. എന്താണ്, ഏകാഏക് ഉസ്നെ റിക്ഷ വാലെ സെ കഹാ ഔർ റിക്ഷയ്ക്ക് ധീരെ ഹോത്തെ ഹി ഉദർ പടാ. അയാള് പറഞ്ഞു സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ റിക്ഷ എന്ത് ചെയ്തു, നിർത്തി. ആ വേഗത കുറഞ്ഞ ഒരു സമയത്ത് തന്നെ ഇയാള് അതിൽ നിന്നും ഇറങ്ങി. റിക്ഷവാല ബഹുത്ത് മജ്ബൂത് കത്കാഠി കഥ. അപ്പോ റിക്ഷവാല എന്ന് പറഞ്ഞാല് എന്താണ്, അയാളുടെ ഹീസ് അബ്സല്യൂട്ട്ലി ഹെൽത്തി, വളരെ ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ അസ്ലമിനെ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് ഇയാൾ ഇറങ്ങിയില്ലെന്നുണ്ടെങ്കിലും ഇയാളെ വലിച്ചു കൊണ്ട് പോകാനുള്ള ഒരു ഹെൽത്ത് ഇയാൾക്കുണ്ടായിരുന്നു. കഥം കാട്ടി കഥ ഉസ്കെ ലിയെ വഹ് ചടായി കോയി ഖാസ് മൈനെ നഹി ലക്കി. അതുകൊണ്ട് തന്നെ ഈ ഒരു കയറ്റം എന്ന് പറഞ്ഞ ഖാസ് മൈനെ, അവിടെ ഖാസ് എന്ന് പറയുമ്പോൾ ഇവിടെ കൊടുക്കുന്ന രായുമായ രണ്ടാമത്തെ ഖായാണ്. ആ ഖാസ് എന്ന് പറഞ്ഞാൽ വിശേഷിച്ച് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നുള്ള. അതേസമയം നമ്മൾ ഉദ്ദേശിക്കുന്ന ഖാസ് അതും കാ ഇഖ ഗ ഇഖ ഖർ എന്നുള്ള ഖാസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രാസ്, പുല്ല് എന്നുള്ള അർത്ഥവും വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില വാക്കുകളുടെ അക്ഷരങ്ങൾ വരുമ്പോഴേക്കും ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഖാസ്
खास मायने नहीं देखती थी उसने हैरानी से उसकी ओर देखा അപ്പൊ അത്ഭുതത്തോടു കൂടി എന്ത് ചെയ്തു ഹൈരാനെ സെ ഉസ്കി ഓർ ദേക്ക വഹ് കിസി അപരാധി കി ഭാന്തി ഏതോ ഒരു കുറ്റവാളിയെ പോലെ സിർ ചുക്കായി തല കുനിച്ചുകൊണ്ട് റിക്ഷാക്കെ സാസാചലഹാദ റിക്ഷയുടെ റിക്ഷയോടൊപ്പം തന്നെ ഇയാള് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ദിസ് ഈസ് ദ കണ്ടന്റ് ഓഫ് ദിസ് ലെസൺ. ഈ പാഠത്തിന്റെ ഒരു ഉള്ളടക്കം ഇതാണ്. അപ്പൊ ഇതിലൂടെ അദ്ദേഹം പറയുന്നതാണ് പരോപകാർ കർണ ഏക് ഇൻസാൻ കാ കർത്തവ്യ മാനാ ചാഹിയെ ടു ഹെൽപ്പ് അതേഴ്സ് is actually yours duty. Nobody is going to compel you that you have to help others. It shows the humanity, അല്ലെ? മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളത് ആരും നിങ്ങളെ നിർബന്ധിക്കാൻ പോകുന്നില്ല. പക്ഷെ അത് അറിഞ്ഞ് ചെയ്യുന്നതാണ് മാനുഷിക സേവ അല്ലെങ്കിൽ ഈശ്വര സേവ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതായിരിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ അല്ല ഈ ഒരു പക്ഷേ ഈ പറയുന്ന അസ്ലമിനെ ഈ ബാബുജി ഈ ഇങ്ങനെ അയാള് when he was suffering out of pain दर्द से करा रहते वक्त शायद उसको अस्पताल ले गया होता ഒരു പക്ഷെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അയാൾക്ക് ചേരുന്നുവെങ്കിൽ ഒരു പക്ഷേ അയാൾ എന്ത് ചെയ്യുമായിരുന്നു രക്ഷപ്പെടുമായിരുന്നു. മൃത്യുസെ ബച്ച് സക്ത മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ നിങ്ങൾ സംഭവിച്ചതിന് ശേഷം ഞാൻ ചെയ്യാത്തത് കഷ്ടമായി പോയി എന്ന് ചിന്തിക്കുന്നത് ഒരിക്കലും എന്തല്ല നല്ലൊരു കാര്യമില്ല. അപ്പൊ പശ്ചാത്തലത്തിൽ കാര്യമില്ല. കാര്യം എന്നാൽ അത് പോയത് പോയി. he cannot bring back Aslam's life. उसको जिंदगी और मृत्यु से जिंदगी में वापस लाना नामुमकिन है. नामुमकिन means impossible. ഒരിക്കലും സാധ്യമല്ലാത്ത അത് അറിയാമായിരുന്നു. അപ്പോൾ ഈ പാഠത്തിൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. മറ്റുള്ളവരോട് വെറുതെ നമ്മൾ സഹതാപം കാണിച്ചിട്ടൊന്നും കാര്യമില്ല. സഹതാപം കാണിക്കാതെ അയാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക. സഹായം ചെയ്തതിന് ശേഷം അത് മറ്റുള്ളവരോട് പറയാതിരിക്കുമെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ബഹുത് അച്ഛാ ഹോഗ പറയാതിരിക്കുന്നത്. അപ്പൊ ഇതാണ് പാഠത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാഠം നല്ലപോലെ ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള ചില വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും അർത്ഥവ്യത്യാസങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് ശേഷം നിങ്ങൾക്ക് ഈ പാഠം ഞാൻ എങ്ങനെ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്തു, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയോ ഇല്ലെന്നുള്ളത് നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാം. അല്ല നിങ്ങൾക്ക് യു ക്യാൻ പുട്ട് എനി കമൻറ്റ്സ്. അത് പ്രശ്നമല്ല. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. പാഠം നന്നായിട്ടൊന്ന് നിങ്ങൾ വായിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പാഠവുമായിട്ട് അതിനകത്ത് ബാക്കി ചില വർക്കുകളൂടെ ഉണ്ട്. അതും കൂടെ നോക്കിയതിന് ശേഷം അടുത്ത ദിവസം എന്നാണോ വരുന്ന അടുത്ത പാഠത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, താങ്ക് യു.